ഇവിടെ നമുക്കുള്ള വെഹിക്കിൾസ് ഒന്നും റീപ്ലേസ്മെന്റ് ഉള്ള വാഹനങ്ങളല്ല. പിന്നെ അണ്ടർ കമ്പനി വാറണ്ടിയിലാണ് വാഹനം ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊന്നും ഒരു പേടിച്ചെടുക്കേണ്ട കാര്യം പോലും കസ്റ്റമേഴ്സിന് ഇല്ല. ഇത് നമുക്ക് ഒരു പാർട്ടിലും റീപ്ലേസ് ഇല്ല. ഇപ്പൊ നമ്മൾ റീപെയിന്റ് മര്യാദയ്ക്ക് കയറിയാൽ പോലും നമുക്ക് ആ സ്റ്റിക്കറൊക്കെ പറഞ്ഞു ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. നല്ല രീതിയിൽ കസ്റ്റമർ പൈസ മുടക്കിയാണ് വാഹനമാണ്. അതെ, ഇതും ഓട്ടോമാറ്റിക് ആണ്. ഇതും ആകെ 24,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ഇവിടെ കിടക്കുന്നതിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് കൂടുതലായിട്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ. റീപ്ലേസ്മെന്റിൽ ഒരു റീപെയിന്റ് പോലും വാഹനത്തിൽ കയറിയിട്ടില്ല. ടോട്ടലി ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും കമ്പനി സർവീസിലുള്ള വാഹനങ്ങളാണ്. ഒരു വാഹനം പോലും ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയർ പീസ് വാഹനമാണ്. ഇത് ശരിക്കും ഇത് ആകെ 20,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കിങ് എന്നാണ് ഈ വാഹനത്തിന് പറയുന്നത്. അതെ അതെ, കുറച്ചും കൂടി വലിയ വെഹിക്കിൾസ് ആണ്. അതായത് SUV MPV സെഗ്മെന്റിലുള്ള ഫുള്ള് സർവീസ് ഷോറൂമിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാഹനമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയർ പീസ് സാധനം. 50,000 കിലോമീറ്ററിൽ 50,000 വരെയുള്ള സകല സർവീസിന്റെ റെക്കോർഡ്സും നമ്മുടെ ഓഫീസിന്റെ അകത്തിരിക്കുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് ഫെയർവീൽസിലാണ്. അഷിക, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖം. അപ്പോൾ ഫെയർവീൽസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ആലുവയിൽ മാതാ തിയേറ്ററിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. 2 ഷോറൂം വരുന്നുണ്ട് ഇവർക്ക്. ഒരെണ്ണം എറണാകുളം ജില്ലയിൽ തന്നെ കളമശ്ശേരിക്ക് അടുത്ത് കണ്ടെയ്നർ റോഡിലാണ് വരുന്നത് അല്ലേ? ഡെക്കാത്തലോണിന്റെ ഒക്കെ തൊട്ടടുത്താണ്. ഇത് 2ാമത്തെ ഷോറൂമാണ്. പുതിയ ഷോറൂമാണ്. തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അടിപൊളി കണ്ടീഷനിലുള്ള കിടുക്കം വണ്ടികളാണ് ഇവിടെ ഉള്ളത്. 2 ഷോറൂമിലും മാറ്റി. ഇവിടെ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറി വണ്ടികളാണ്. 2 സ്ഥലത്തും ഒറ്റ കാറ്റഗറി തന്നെയാണ്. അതെ 2 സ്ഥലത്തും ഒറ്റ രീതി തന്നെയാണ്. പിന്നെ അവിടെ വരുമ്പോഴത്തേനും കുറച്ചും കൂടിയും ബഡ്ജറ്റ് കുറച്ച് കുറവുള്ള 10 lakhs താഴത്തുള്ള വെഹിക്കിൾസ് ആണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിസ്മസ് ഓഫർ? പിന്നെ നല്ല ഓഫർ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് നമ്മൾ നല്ല ഓഫറിലാണ് ഈ തവണ നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓഫറിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. തൊട്ട് മുമ്പ് ഒരു ഡെലിവറി കഴിഞ്ഞോളൂ. ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. ആരും എവിടുന്ന കസ്റ്റമർ ആയിരുന്നു? അത് എറണാകുളം തന്നെയുള്ള കസ്റ്റമർ ആയിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങി പോകുന്നുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഹുണ്ടായുടെ ഐട്ടൺ. ഇത് 2013 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആസ്ത എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പിന്റെ മോഡൽ വണ്ടിയാണ്. മാനുവൽ ആണ്. 90,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. ഫുള്ള് കമ്പനി സർവീസ്ഡ് വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വില എത്ര? ഇത് നമുക്ക് 190, 1,90,000 രൂപ. 1,90,000 ആണ് ഇതിന് പറയുന്ന വില. ഇത് ആസ്കിംഗ് പ്രൈസ് ആണോ? നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിനാൻസ് കയറും. എത്ര വരെ കയറുമായിരിക്കും? ഇതൊരു 140, 150 വരെയൊക്കെ 150 വരെയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 40 രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ തീർച്ചയായിട്ടും ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനത്തെ വെഹിക്കിൾസ് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓരോ വണ്ടി എടുത്താലും അത് എടുത്തു പറയുന്നില്ല. എന്തെങ്കിലും കുഞ്ഞു റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കാറുള്ളൂ. അതെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള ഇവിടെ നമുക്കുള്ള വെഹിക്കിൾസ് ഒന്നും റീപ്ലേസ്മെന്റ് ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും ബമ്പർ അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് അല്ലാതെ മേജർ ആക്സിഡന്റ് ഉള്ള വെഹിക്കിൾസ് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി ഗ്രാൻഡ് ഐട്ടൺ 2014 മോഡല് സ്പോർട്സ് ആണ് വാഹനം വരുന്നത്. കിലോമീറ്റർ വരുന്നത് 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. അതെ. അപ്പൊ ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതെ. അപ്പൊ നമ്മുടെ വില ഇത് വരുമ്പോഴത്തേനും 3,10, 3,10,000 രൂപയാണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടികളെല്ലാം ഇഷ്ടമുള്ള വണ്ടികളായിരിക്കും. അതെ, ഇതൊക്കെ സർവീസ് ഇഷ്ടമുള്ള വണ്ടികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. 3,10 എത്ര കയറും നമുക്ക് ഫിനാൻസ്? ഇത് നമുക്കൊരു ഏകദേശം 2,60 രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. കയറും അല്ലേ? ഇത് ഒരു 50 രൂപ, ഒരു നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എല്ലാം നമ്മളിപ്പോഴും പറയുന്ന കാര്യമാണ്. അതെ. ഒരു 750 സിബിൽ സ്കോർ അതായത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഫിനാൻസ് കയറാൻ പറ്റും. അപ്പോൾ ഇതിനും ഒരു 50 രൂപ, ചിലപ്പോൾ അതിൽ കുറച്ച് മതിയായിരിക്കും. നിങ്ങൾ ഫിനാൻസിന് ഇത് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അടുത്തത് ഇത് 2016 മോഡലാണ്. സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. ഇത് ആകെ 20,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. ആകെ 20,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ട്. അതെ. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റിൽ ഒരു റീപെയിന്റ് ഒരു വാഹനത്തിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മുടെ വില എത്ര? ഇത് വരുമ്പോൾ 6,10,000 രൂപ. 6,10 അല്ലേ? അതെ. ഓട്ടോമാറ്റിക് വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 6,10 ആണ് പറയുന്നത്. ഇതിനും മാക്സിമം ഫിനാൻസ് കയറുമല്ലോ? ഇതിനൊരു ഏകദേശം നമുക്കൊരു 5,00,000 രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം.
അടുത്ത വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലേ? ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ പൈസ മുടക്കിയാണ് വാഹനമാണ്. സ്കേർട്ടിംഗ് ആണെങ്കിലും നമ്പറിനാണെന്നുണ്ടെങ്കിലും അലോയ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന വാഹനം. ഇത് ആകെ 55,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളൂ. 2016 മോഡൽ VXi എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വാഹനം വരുന്നത്. പെട്രോൾ മാനുവൽ ആണോ? പെട്രോൾ മാനുവൽ ആണ്. VXi പെട്രോൾ മാനുവൽ ആണ്. 55,000 കിലോമീറ്റർ വാഹനം ആകെ ഓടിയിട്ടുള്ളൂ. സ്വിഫ്റ്റ് ഒക്കെ ലോ കിലോമീറ്റർ കിട്ടുന്ന റയർ ആണ്. അതെ, ഇത് ഈ മോഡൽ വാഹനം പൊതുവെ കുറച്ച് എൻക്വയറി കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന വാഹനം സിലിണ്ടർ ആണ്. പിന്നെ അതിന് മുമ്പത്തെ വാഹനത്തിനേക്കാളും കുറച്ചും കൂടി ഈ ടൈപ്പ് 2 വാഹനങ്ങൾക്കാണ് കുറച്ചും കൂടി കസ്റ്റമേഴ്സ്. അതെ 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 അതെ. പിന്നെ ഇത് കണ്ട് ഇപ്പൊ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും വാഹനം ഭയങ്കര ഒരു ലുക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇപ്പൊ ന്യൂ ഷേപ്പ് വാഹനം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാഹനം കാണുമ്പോൾ ഈ വാഹനം കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതെ 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 അതെ. അപ്പൊ ഇതിന് എത്ര വില നമ്മൾ പറയുന്നത്? ഇത് നമുക്ക് വരുമ്പോഴത്തേനും 470 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അലോയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം നല്ല വിലയുടെ അലോയിൽസ് ഒക്കെയാണ് കസ്റ്റമർ ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ അലോയൊന്നും അല്ല. അതെ അതെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇല്ല ഇല്ല, കറക്റ്റ് ഒന്നും പുറത്തോട്ട് തള്ളി വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ലീഗലിയുള്ള മോഡിഫിക്കേഷൻ. അതെ, അത് മാത്രമേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോ ഇതിന് ഫിനാൻസ് എത്ര കയറുമായിരിക്കും? ഇതിനൊരു 4 lakhs വരെയൊക്കെ ഫിനാൻസ് ചെയ്യും. അതെ അതെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത ഇയറിലേക്ക് ആകുമ്പോൾ 2014 തൊട്ടാണോ നമുക്ക് ഫിനാൻസ് വീഴാൻ? 2013 തൊട്ടിട്ടുള്ള വാഹനങ്ങൾക്കായിരിക്കും കൂടുതൽ ഫിനാൻസ് കയറി. 13 പറയുമ്പോൾ 2 വർഷമൊക്കെ ചെയ്യാം. 2 വർഷം, ചില ബാങ്കുകൾ 3 വർഷം ചെയ്യുന്നുണ്ട്, 4 years ചെയ്യുന്നുണ്ട്. അത് ഒരേ മാരുതി ഒക്കെ ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് 5 years ഒക്കെ വാഹനങ്ങൾ കിട്ടും. ഈ അതർ ബ്രാൻഡ് വെഹിക്കിൾസ് ഒക്കെ വരുമ്പോഴാണ് ഈ 3 year 2 yearലോട്ടൊക്കെ കിട്ടത്തുള്ളൂ. 14 തൊട്ടാണെങ്കിൽ 3 വർഷമൊക്കെ എന്തായാലും കിട്ടും. മോഡൽ അനുസരിച്ച് നമുക്ക് കൂടിയ മോഡലൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തത് ഇത് 2017 മോഡലാണ്. VXi ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓൾട്ടോ കേട്ടണിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്ഡ് വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വില ഇത് വരുന്നത് 3,50,000. 3,50,000. അതെ അതെ അതെ. ഇതിനും നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ചെറിയ വണ്ടിയല്ലേ. അടുത്തത് ഹ്യുണ്ടായി സാൻഡ്രോ. ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന സ്പോർട്സ് വേരിയന്റ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതും ഓട്ടോമാറ്റിക് ആണ്. ഇതും ആകെ 24,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അതെ അതെ അതെ. ഓട്ടോമാറ്റിക് വണ്ടികൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുണ്ടല്ലേ? ഓട്ടോമാറ്റിക് നമ്മൾ കൂടുതൽ ഇവിടെ കിടക്കുന്നതിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കൂടുതൽ വാഹനങ്ങൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സിറ്റിയിലെ ഒരു കണ്ടീഷനൊക്കെ വെച്ച് ഓട്ടോമാറ്റിക് വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത്. എൻക്വയറിയും വരാറുണ്ട്. അങ്ങനത്തെ വണ്ടികൾ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ വില ഇത് വരുമ്പോഴത്തേനും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 470 ആണ് നമ്മൾ ആസ്ക് ചെയ്തിട്ടായിരുന്നത്. നമ്മള് എല്ലാ വെഹിക്കിൾസിനും നമ്മൾ ഓഫർ പ്രൈസ് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മള് ഈ വാഹനം നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം നമുക്കൊരു 4,20,000 രൂപ ഫൈനൽ റേറ്റിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. 4,20,000 ഫൈനൽ കസ്റ്റമർ കൊടുക്കാം നമുക്ക്. അപ്പോ 4,70 ഇട്ടിരുന്ന വണ്ടി ഇപ്പൊ 4,20 ഓഫറിൽ ഫൈനൽ നമുക്ക് കൊടുക്കാം. ഫൈനൽ പ്രൈസിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. നീറ്റ് കണ്ടീഷൻ വണ്ടിയാണോ. അടുത്ത വരുന്നത് ബലേനോ. 2016 മോഡലാണ്. സീറ്റ തന്നെ മാനുവൽ വാഹനമാണ്. ഇത് 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെയാണ്. ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു ഏകദേശം പ്രൈസ് വരുമ്പോ ഒരു 520 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 5,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. കൂടുതൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണല്ലേ. സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ട്. അപ്പോ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. എല്ലാ വണ്ടിക്കും ഫിനാൻസ് കയറുന്നതാണോ? ഫിനാൻസ് കയറാത്ത വണ്ടിയൊന്നും ഇല്ലല്ലോ. ഫിനാൻസ് കയറാത്ത വാഹനങ്ങളൊന്നും. എല്ലാ വണ്ടിക്കും ഫിനാൻസ് കയറുന്നതായിരിക്കും. മാക്സിമം ഫിനാൻസ് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് കയറുന്നതായിരിക്കും. അടുത്ത ടിയാഗോ. ഇത് 2016 മോഡലാണ്. 17 രജിസ്ട്രേഷൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. XZ എന്നുള്ള വേരിയന്റ് ആണ്. അതെ അതെ അതെ. 2016 എനിക്ക് അലോയിൽ വരുന്നില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. അപ്പോ മാനുവൽ അല്ലേ ഇത്? മാനുവൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. വില ഇത് വരുമ്പോൾ 3,10,000 രൂപ. 3,10. അതെ. 3,10 ആണ് ചോദിക്കുന്ന വില.
ഇതിന് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അടുത്ത സ്വിഫ്റ്റ്, ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് ആണ്, 2018 മോഡൽ. 2018 VXi ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 80,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 5,80,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 580. ഇതും ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. എല്ലാ വണ്ടി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിക്കും ടോട്ടലി ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും കമ്പനി സർവീസ് ഉള്ള വാഹനങ്ങളാണ്. ഒരു വാഹനം പോലും ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ നമ്മുടെ കയ്യിലില്ല. അത് തന്നെയല്ല, എല്ലാം ഷോറൂം കണ്ടീഷനിലാണ്. നല്ല വൃത്തിയായിട്ട് നിങ്ങളിപ്പോ ഒരു വണ്ടി ഡെലിവറിക്ക് എടുക്കാൻ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഒരു ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ പുതിയ നമ്മുടെ ഡെലിവറിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഡെലിവറിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഡെലിവറിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ. നമ്മുടെ കസ്റ്റമറെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞ രീതിയിലല്ല. നമ്മളൊരു പുതിയ വാഹനം ഒരു കസ്റ്റമർ സ്വന്തമാക്കാൻ വരുന്നത് അവരുടെ ആഗ്രഹം സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഒരു ഡ്രീം അവരുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് എങ്ങനെ ഹാപ്പി ആക്കി കൊടുക്കാൻ പറ്റുമോ അത്ര ഹാപ്പി ആക്കി മാത്രം നമ്മൾ ഇവിടുന്ന് എല്ലാ കസ്റ്റമേഴ്സിനെ നമ്മൾ വിടുന്നത്. അതെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. പറഞ്ഞറിഞ്ഞ അടുത്ത ആളുടെ അതെ. അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇടയിൽ പറയാം. അടുത്ത അമേസ് ഇത് 2019 മോഡലാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയർ പീസ് വാഹനമാണ് ഇത് ശരിക്കും. കാരണം അതായത് ഇത് ഓട്ടോമാറ്റിക്കലി CVT ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. ഡീസൽ CVT ആണല്ലേ? അതെ. അതായത് ഗിയർ ലാഗ് കാര്യങ്ങളൊന്നും വാഹനത്തിന് ഉണ്ടാവില്ല. പിന്നെ മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കിങ് എന്നാണ് ഈ വാഹനത്തിന് പറയണത്. 24+ ആണ് മൈലേജ് ഡീസൽ ഓട്ടോമാറ്റിക്കലി. നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് സെഡാൻ വണ്ടി. അതെ. പിന്നെ 2019 ആണെങ്കിൽ പോലും ഇതിന് ഇപ്പോഴും കമ്പനി വാറണ്ടി പീരീഡിൽ നിൽക്കുന്ന വാഹനമാണ്. ഇപ്പോഴും ഹോണ്ടയുടെ കമ്പനി വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. അതായത് ഹോണ്ട മാത്രമാണ് അപ് ടു 10 years കമ്പനി വാറണ്ടി. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് മേജർ ആക്സിഡന്റ് ഉണ്ടാവാൻ പാടില്ല. സർവീസ് പ്രോപ്പർ ടൈമിൽ ഷോറൂമിൽ കയറണം. കിലോമീറ്ററിലല്ല, പ്രോപ്പർ ടൈമിൽ ഷോറൂമിൽ കയറിയിരിക്കുന്ന വാഹനമായിരിക്കണം. അതാണെങ്കിൽ മാത്രമാണ് ഹോണ്ട 10 വർഷം വരെ ഒരു കമ്പനിക്ക് ഒരു വാഹനത്തിന് കമ്പനി വാറണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ അതിനർത്ഥം ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സർവീസ് ഓൺ ടൈമിൽ ചെയ്തിരുന്ന വണ്ടിയാണെന്നാണ്. 2019 മോഡല്. വേരിയന്റ് ഏതത്? ഇത് VX ഏറ്റവും ടോപ്പ് ആണ്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. 90,000 തന്നെ റെയർ ആണ്. ഇതിൽ കുറഞ്ഞ കിലോമീറ്റർ ഉള്ള വാഹനങ്ങൾക്ക് നമ്മൾ പറയുന്ന പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. കുറഞ്ഞ കിലോമീറ്ററോടെ വാഹനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈസ് കസ്റ്റമേഴ്സിന് കൊടുക്കണം. അവർ കൊടുക്കാനും നോക്കൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് മൈലേജ് ആണ്. ഈ വാഹനം എന്ന് വെച്ചാൽ മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും 1ാം സ്ഥാനം തന്നെയാണ് വാഹനം. അതുകൊണ്ട് മാക്സിമം ഇത് ഓടിയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ വില എത്ര? ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും 8-10 പ്രൈസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഫൈനൽ റേറ്റിൽ നമുക്ക് 7,80,000 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് കൊടുക്കാം. 7,80,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. ഞാൻ കുറച്ച് വാഹനങ്ങൾക്ക് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നോർമൽ പ്രൈസ് തന്നെ പറയുമ്പോൾ എന്താ ഓഫർ ഇല്ലല്ലോ എന്ന് കസ്റ്റമേഴ്സ് വിചാരിക്കും. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ചെറുവാഹനങ്ങൾ പോലെയല്ല, വലിയ വണ്ടികൾക്ക് നമ്മൾ പ്രൈസ് പറയുമ്പോൾ ഒരു നല്ലൊരു പ്രൈസ് അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. ഇത് 2021 മോഡലാണ്. ഇത് VMT എന്ന് പറഞ്ഞ പെട്രോൾ വേരിയന്റ് ആണ് വാഹനം വരുന്നത്. ഇത് കിലോമീറ്റർ വരുന്നത് 60,000 കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. 60,000 കിലോമീറ്റർ. അതെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഇത് പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് 8.5 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 8,80,000 അല്ലേ? അതെ. നല്ല ക്ലീൻ കണ്ടീഷൻ വണ്ടിയാണ്. അതെ. ക്ലീൻ പീസ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഷോറൂം സർവീസിൽ സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. അതെ, പെട്രോൾ മാനുവൽ. അപ്പോ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഫിനാൻസ് കയറുന്ന വാഹനമാണ്. 21 അല്ലേ മോഡൽ. അടുത്ത റാപ്പിഡ് അല്ലേ? റാപ്പിഡ്. ഇത് 21 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് റാപ്പിഡിൽ തന്നെ സ്റ്റൈല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം. ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് വാഹനം. ഇത് കിലോമീറ്റർ വരുന്നത് 30,000 ആണ്. 30,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. പിന്നെ അണ്ടർ കമ്പനി വാറണ്ടിയിലാണ് വാഹനം ഇപ്പോഴും നിൽക്കുന്നത്. ധൈര്യമായിട്ട് എടുക്കാം. ഇതൊന്നും ഒരു പേടിച്ചെടുക്കേണ്ട കാര്യം പോലും കസ്റ്റമേഴ്സിന് ഇല്ല. രണ്ടാമത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കിടക്കുന്ന ഒരു വാഹനം രണ്ടാമത് കസ്റ്റമേഴ്സിന് ആലോചിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോ നമ്മുടെ വില എത്രയാണ്? ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് 9,50,000 രൂപ. 9.5 ആണ് പറയുന്ന റേറ്റ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ വണ്ടികളാണ് കിടക്കുന്നത്. അതെ, കുറച്ചും കൂടി വലിയ വെഹിക്കിൾസ് ആണ്. അതായത് SUV MPV സെഗ്മെന്റിലുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ഇന്നോവ. ഇത് 2014 മോഡലാണ്. വണ്ടിയാണോ? ഇത് റീ രജിസ്ട്രേഷൻ ആണ്. പക്ഷേ
കസ്റ്റമർ തന്നെ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമർ ഇവിടെ വന്നിട്ട് റീച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ അടുത്ത് ചെയ്തേക്കണെന്നല്ല, ഇത് 2018 റീച്ച് ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഫുള്ള് സർവീസ് ഷോറൂമിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാഹനമാണ്. 6-7 വർഷമായിട്ട് കേരളത്തിലുള്ള. അതെ അതെ. പിന്നെ ഇത് വി വേരിയന്റ് ആണ്. നമുക്കിപ്പോ ഡൽഹി നമ്മളധികം രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മളധികം ചെയ്യലില്ല. നമ്മൾ കൂടുതലും കേരള വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വാഹനങ്ങളൊക്കെ G4 വാഹനങ്ങളായിരിക്കും. ഇത് വി എന്ന് പറഞ്ഞ വാഹനമാണ്. അതുപോലെ തന്നെ 7 സീറ്ററാണ് വാഹനം വരുന്നത്. പിന്നെ അതെ അതെ. പിന്നെ അവിടെ നിന്ന് വരുന്ന വാഹനം മിക്ക വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഇത് നമുക്ക് ഒരു പാർട്ടും റീപ്ലേസ് ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ വി വാഹനത്തിന് അന്ന് കമ്പനി വന്നിരിക്കുന്ന ആ ഒരു സ്റ്റിക്കർ വരും ഇപ്പോഴും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനാണ്. റീപെയിന്റ് മര്യാദയ്ക്ക് കയറിയാൽ പോലും നമുക്ക് ആ സ്റ്റിക്കർ ഒക്കെ പറഞ്ഞു. ഇതിപ്പോ സ്റ്റിക്കർ നോക്കിയാൽ തന്നെ അന്നത്തെ ആ പഴക്കത്തിലുള്ള സ്റ്റിക്കർ തന്നെ ആയിരിക്കുള്ളൂ ഇന്നും ആ വാഹനത്തിൽ കാണുന്നത്. 2014 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,80,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വാഹനം. അതാണ് വണ്ടിയെ കാണുമ്പോൾ തന്നെ അറിയാലോ ഏകദേശം ആ ഒരു. അതെ അതെ അതെ. നമ്മൾ അത്രയും ക്വാളിറ്റി കണ്ടാൽ മാത്രം നമ്മൾ എടുക്കുള്ളൂ റീ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കത്തില്ല. ഓണർഷിപ്പ് ഏതാ എടുക്കുന്നത്? ഓണർഷിപ്പ് ഇപ്പൊ തേർഡാണ്. അതെ അതെ. കുറവായിട്ട് കണക്കാക്കാൻ ഇവര് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വന്ന വാഹനമാണ്. അത് വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു ഓണർഷിപ്പ് സെക്കൻഡ് ആയി പിന്നെ തേർഡിലോട്ട് ആയതാണ്. ഇത് വരുമ്പോഴത്തേന് നമുക്ക് 8,50,000 രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം. 8,50,000 കേട്ടോ. ഇതിന് എത്ര ഒരു ഫിനാൻസ് കയറുമായിരിക്കും? ഇതിന് ഫിനാൻസ് ഒരു 8 ലക്ഷം രൂപ വരെയൊക്കെ നല്ല കസ്റ്റമറാണ് പിന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ അന്ന് ഏകദേശം 15-16 ലക്ഷം രൂപ വില പറഞ്ഞ വണ്ടിയാണ്. അപ്പൊ ഇത് അടിപൊളി വണ്ടിയാണ്. ജീപ്പ് കോമ്പസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയർ പീസ് സാധനം. വീണ്ടും റയർ വണ്ടി വന്നിരിക്കുക. അതായത് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ജീപ്പ് കോമ്പസ് നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇത് 2018 മോഡൽ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 50,000 കിലോമീറ്ററിൽ 50,000 വരെയുള്ള സകല സർവീസിന്റെ റെക്കോർഡ്സും നമ്മുടെ ഓഫീസിന്റെ അകത്തിരിക്കുന്നു. എല്ലാ കമ്പനിയും തന്നെ ഒരു റീപെയിന്റ് പോലും വാഹനത്തിൽ കയറിയിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ ഹൈ പ്രൊഫൈൽ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം. നമ്മുടെ പേഴ്സണലി ഫ്രണ്ടും കൂടിയാണ് പുള്ളി ഇപ്പൊ ഒരു പുതിയ EV സെഗ്മെന്റിലോട്ട് നോക്കിക്കൊണ്ട് വീട്ടിൽ വാഹനങ്ങൾ കൂടുന്നതിന്റെ ബേസ് ചെയ്തിട്ട് പുള്ളി കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്. അല്ലാതെ വേറൊന്നുമല്ല. അതെ അതെ. അപ്പൊ ഇത് പെട്രോൾ ഡീസലാണോ? ഇത് ഡീസൽ മാനുവലാണ്. അതെ. അപ്പൊ നമ്മുടെ വില എത്ര പറയുന്നത്? ഇത് നമ്മൾ ശരിക്കും 11,10 നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ വാഹനം ഒരു ഫൈനൽ നമുക്ക് ഒരു 10,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. ഒറ്റടിക്ക് റേറ്റ് കുറച്ചിട്ടുണ്ട്. 10,70,000 നമുക്ക് ഫൈനലായിട്ട് പറയുന്ന റേറ്റ് കേട്ടോ. ഇതിനും ഫിനാൻസ് കയറുന്ന. അതെ അതെ. നല്ല ഫാൻസി നമ്പറാണ്. 5666 നമ്പറൊക്കെയാണ്. 5666. അടുത്തൊരു ക്രിസ്റ്റ 2022 മോഡൽ. 22 മോഡൽ. ലാസ്റ്റ് ഷേപ്പ്. ക്രിസ്റ്റയെ തന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. റയർ കളറാണ്. അത് ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ആകെ കിലോമീറ്റർ ഓടിക്കുന്ന 65,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. അതെ അതെ അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എത്രയാണ് വില പറയുന്നത്? ഇത് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് 23.80, അതായത് 23,80,000 അല്ലേ ഫൈനൽ റേറ്റ് ആണോ? അത് നമുക്ക് എന്തെങ്കിലും ചെറിയ ഇത് വെച്ചാൽ ഈ വാഹനം നമുക്ക് തന്നെ കിട്ടല് വളരെ റയറാണ്. നമുക്കിത് നമ്മൾ കസ്റ്റമറിൽ നിന്ന് മേടിക്കുമ്പോൾ അത്ര നല്ല പ്രൈസ് കൊടുത്തെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രൈസ് നമുക്ക് പിന്നെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അതിന് മേളിലാണ് പലവരും ചോദിക്കുന്നത്. നമ്മൾ ആ ഒരു പ്രൈസിൽ താത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് റേറ്റ് ഇടാൻ പറ്റുന്നത്. ഇതെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. എക്സ്ട്രാ മറ്റേ ഒറിജിനൽ ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ. അപ്പൊ ഇതിന് എത്ര വരെ ഫിനാൻസ് കയറുമായിരിക്കും മാക്സിമം? ഇതിനൊരു ഏകദേശം ഒരു 22.5-23 വരെയൊക്കെ ഫിനാൻസ് ഒന്നൊക്കെ കൈ കരുതി കഴിഞ്ഞാൽ അതെ ഒരു 1.5 ലക്ഷം രൂപ കൈ കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അടുത്തത് ടിഗ്വാൻ. ഇത് 2018 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. 4x4 ആണോ? ഇത് 4x4 ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സ്റ്റൈൽ എന്ന് പറഞ്ഞ വേരിയന്റ്. സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന എല്ലാ പാനോരാമിക് സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. ലക്ഷറി കാറ്റഗറിയിൽ പെട്ട വാഹനമാണ്. 2018 മോഡല്. സ്റ്റൈല് സിംഗിൾ ഓണർഷിപ്പ്. അതിന്റെ സർവീസ് അത് 60,000 കിലോമീറ്ററിലാണ് ഇതിന്റെ ഡിഫറൻഷ്യൽ ഓയിൽ കാര്യങ്ങളൊക്കെ മാറേണ്ടത്. അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേഞ്ച് ചെയ്ത് അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. 63,000 കിലോമീറ്റർ.
ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയറാ. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിന് നമുക്ക് കിട്ടാനില്ല, പുതിയ വാഹനം ഇല്ല. ഇപ്പൊ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമാണ് വാഹനമുള്ളൂ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇല്ല ശരിക്കും പറഞ്ഞു. മൈലേജ് കിട്ടുമായിരിക്കും ഇതിനൊരു 80 ആ റേഞ്ചിലൊക്കെ. പിന്നെ നല്ല മൈലേജിന്റെ വാഹനം 15 കിട്ടും. 5 എന്താ ടൗണിൽ എന്തായാലും 5 കിലോമീറ്റർ ഷുവർ ആണ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും വലിയൊരു വണ്ടി ഓട്ടോമാറ്റിക് അത്രയൊക്കെ മൈലേജ് കിട്ടും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അതെ അതെ അതെ, ബെസ്റ്റ് വെഹിക്കിൾ അല്ലേ. അപ്പൊ വില നമ്മൾ പറഞ്ഞോ? ഇതിന്റെ വില നമ്മൾ പറഞ്ഞിട്ടില്ല. വില നമുക്കൊരു 20 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ ചോദിക്കുന്നു. 20 ലക്ഷം? അതെ അതെ, 20 ലക്ഷമാണ് ഇതിന് ഫൈനൽ റേറ്റ് ഇട്ടിരിക്കുന്നത് ഗൈസ്. നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ വന്ന് വണ്ടി നോക്കുക. നമ്മൾ വീഡിയോ കൂടി പറയുന്ന പോലെ അല്ല. നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നേരിട്ട് വന്ന് കണ്ട് വണ്ടിയുടെ ക്വാളിറ്റി വിലയിരുത്തുക. അതിനുശേഷം മാത്രം വിലയുടെ കാര്യങ്ങൾ പറയാം അല്ലേ? അതെ അതെ അതെ. അടുത്ത റിറ്റ്സ്, ഇത് ശരിക്കും കസ്റ്റമറെ പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. ഇത് നമ്മൾക്ക് ഇവിടെ തന്നെ ഒരു എക്സ്ചേഞ്ച് വെഹിക്കിൾ എടുത്ത കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇത് 2016 മോഡലാണ്. ഡീസൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. അത്യാവശ്യം ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പൊ 1.5 ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേനും 3.5 ആണ് പുള്ളി ആസ്ക് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡീസൽ റിച്ച് വേണ്ടവർ എത്രയും വേണ്ടത് ബന്ധപ്പെട്ടോളുക. അടുത്തൊരു ബ്രസ 2018 മോഡല് ZDI പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡീസലാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ അല്ല, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇത് നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ നല്ല മൈലേജ് ഉള്ള വാഹനമാണ്. ഇതൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 21-22 ഒക്കെ മൈലേജ്. ടോപ്പിന്റെ ആണ്, ഡ്യുവൽ ടോൺ ആണ്. കമ്പനി അലോയ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഓണർഷിപ്പ് ഇത് 890 നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ്. നമുക്കൊരു 8.5 ലക്ഷം രൂപ ഫൈനൽ ഇട്ടിക്കാൻ നമുക്ക് കൊടുക്കാം. 8,50,000 ആണ് നമ്മൾ പറയുന്ന വില. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും വണ്ടികൾ വരാനുണ്ടോ? വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ വരാനുണ്ട്. പിന്നെ ഇഷ്ടം പോലെ വാഹനങ്ങൾ വരാനുണ്ട്. അതുകൂടാതെ നമ്മുടെ കളമശ്ശേരി ഷോറൂമിൽ തന്നെ ഒരു ഏകദേശം ഒരു 20ഓളം വെഹിക്കിൾസ് ഷോറൂമിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ടല്ലേ? അവിടെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ആദ്യത്തെ ഷോറൂമിൽ. കുറഞ്ഞതുകൊണ്ട് ഈ 10 lakhs വരെയുള്ള കൂടുതൽ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോ 2 ഷോറൂമിലായിട്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ട്. ഇല്ലാത്ത വണ്ടികൾ ഇവിടെ. അപ്പൊ നമുക്ക് ഓൾ കേരള അല്ല, ഞാൻ എപ്പോഴും ഇവിടുത്തെ വീഡിയോ പറയാം, ഓൾ ഇന്ത്യ ഫിനാൻസ് ഷോറൂമാണ്. പല സ്ഥലത്തു നിന്നും UP-ന്ന് ഡൽഹിന്നൊക്കെ വന്ന് ഇവിടുന്ന് വണ്ടി ആൾക്കാർ എടുക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട് ഒരു വാഹനം ഡെലിവറി എടുത്തോളൂ. അന്ന് നിങ്ങൾ എത്താൻ വേണ്ടി പറ്റിയില്ലല്ലോ, നിങ്ങളെ ഡെലിവറി ടൈമിനോട് ചോദിച്ചു. അങ്ങനെ എല്ലായിടത്തുനിന്നും ഇവിടെ വന്ന് വണ്ടി എടുക്കാറുണ്ട്. അത്രയും നല്ലൊരു ഷോറൂം ആയതുകൊണ്ടാണ്. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കും. നല്ല എക്സ്ചേഞ്ച് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോ ഇവിടെ സെയിൽ ചെയ്യുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല വാഹനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതെ, നമ്മുടെ വാഹനങ്ങൾ നോക്കുവാണെങ്കിൽ കൂടുതലും നമ്മുടെ എറണാകുളം സൈഡിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ വാഹനങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവും. അതെ അതെ അതെ, നമുക്ക് കൂടുതലായിട്ട് വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ വാഹനം, ഞാനും എന്റെ പാർട്ട്ണറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഡയറക്റ്റ് പോയി വാല്യുവേഷൻ ചെയ്ത് മാത്രമാണ് വാഹനങ്ങളൊക്കെ എടുക്കാറുള്ളൂ. നമുക്കപ്പോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പ്രകാരം ഞങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് നോക്കിയിട്ട് വാഹനങ്ങൾ എടുക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏത് വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് റെക്കോർഡ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വാഹനം നമ്മൾ പർച്ചേസ് എടുക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ വന്ന് കണ്ട് നോക്കിയിട്ട് ഇതും കൂടി ഒന്ന് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആയാലും എല്ലാം ഒരു നല്ല വണ്ടി, ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് അല്ലേ? പിന്നെ ഡെലിവറി ഓപ്ഷൻ ഓൾ കേരള ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും വണ്ടി വന്ന് നോക്കണം. നിങ്ങൾക്ക് ഏത് അതായത് ആരും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടോ നമ്മുടെ ഫോട്ടോ കണ്ടിട്ടോ വാഹനം എടുക്കാൻ വേണ്ടി വരാൻ പാടില്ല. നിങ്ങൾ യൂസ്ഡ് കാർ നമ്മുടെ അടുത്തൊന്നല്ല, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ എടുക്കാൻ നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാഹനം ശരിക്കും വന്ന് നിങ്ങൾ ഫിസിക്കലി വന്ന് കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾ ആ വാഹനം ഹിസ്റ്ററി ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കാം, എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ നിങ്ങൾക്ക് ഡെലിവറി എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് നമുക്ക് മടിയൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഷോറൂം ഉണ്ട്, ഇവിടെ ഇന്നത്ര വണ്ടികളുണ്ട്, അതിന്റെ വില ഇതാണ്, നല്ല വണ്ടികളാണെന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങളാണ് വന്ന് നോക്കി വണ്ടി എടുക്കേണ്ടത്. അതിനർത്ഥം മോശം വണ്ടികൾ ഉണ്ടെന്നല്ല, നല്ല വണ്ടികളായിരിക്കും എപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഷിക്ക് ഇത് കഴിഞ്ഞിട്ട് തിരക്കുണ്ട്,
അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആരും മറക്കണ്ട, വിലയെല്ലാം കുറച്ചിട്ടിട്ടുണ്ട്. വരിക, വണ്ടി വെക്കുക, വാങ്ങിക്കുക, പോയിന്റ് ചെയ്യാം അല്ലേ? പിന്നെ അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ.